ഹായ് ഫ്രണ്ട്സ്, SVK വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിലെ നമ്മുടെ സ്ലൈഡിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാമെന്നാണ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ ഓപ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാം, മോഡിഫൈ ചെയ്യാമെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, പിക്ചർ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്ലൈഡിന് എങ്ങനെ ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഈസി ആയിട്ട് നമുക്ക് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മോഡിഫൈ ചെയ്ത് ഈവൻ നോട്ടീസ് വരെ തയ്യാറാക്കാനൊക്കെ സാധിക്കുന്ന രീതിയിൽ, പോസ്റ്ററുകളൊക്കെ തയ്യാറാക്കാൻ സാധിക്കുന്ന രീതിയിൽ എങ്ങനെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യണം. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം ഒരു സ്ലൈഡ് ഞാൻ ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള സ്ലൈഡാണ്. പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ വർക്ക് സ്ക്രീനിൽ, നമ്മൾ ഈ കാണുന്ന സ്ക്രീനിൽ കൊണ്ടുവന്നിട്ട് മൗസ് കൊണ്ടുവന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു വിൻഡോ, ഓപ്ഷൻസ് അടങ്ങിയ ഒരു വിൻഡോ വരുന്നതായിരിക്കും. അതിനകത്ത് നമ്മൾ ഈ കാണുന്ന രീതിയിൽ സോളിഡ് കളർ, ഗ്രേഡിയൻറ്റ് ഫിൽ, പിക്ചർ ഓർ ടെക്സ്റ്റ് ഫിൽ, പാറ്റേൺ ഫിൽ, അതിനുശേഷം ഹൈഡ് ബാക്ക്ഗ്രൗണ്ട് ഗ്രാഫിക്സ്. നമ്മൾ ഈ ഡിസൈൻ ടാബിൽ നമ്മുടെ ഡിസൈൻ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള നമ്മളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഈ നമ്മൾ ഈ ഡിസൈനിൽ നിന്ന് നമ്മുടെ തീംസ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ തീംസിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഗ്രാഫിക്സ് അത് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്. ഓക്കെ, ഞാനിപ്പോൾ അത് ഹൈഡ് ചെയ്യുകയാണ്. ഓക്കെ, ഒരുപക്ഷെ നമ്മളൊരു തീം വെച്ചിട്ടുള്ളൊരു സ്ലൈഡാണ് ഓപ്പൺ ചെയ്തെങ്കിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഗ്രാഫിക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് പിക്ചർ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫിൽ ചെയ്യണമെങ്കിൽ ആദ്യമേ ബാക്ക്ഗ്രൗണ്ട് ഈ ഗ്രാഫിക്സ് ഹൈഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഈ പിക്ചറൊക്കെ നമ്മൾ മാറ്റുമ്പോഴും ഈ കാണുന്ന ഭാഗം ഇത്തരത്തിലുള്ള ഗ്രാഫിക്സുകൾ ഇവിടെ റിമെയിൻ ചെയ്ത് നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതിനാദ്യം ഹൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സോളിഡ് ഫില്ല് നിങ്ങൾക്ക് അറിയാം, ഒരു കളർ കൊടുക്കുന്നതാണ്. ഗ്രേഡിയൻറ്റ് ഫില്ല് നിങ്ങൾക്ക് അറിയാം, ഗ്രേഡിയൻറ്റ് കളറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പിക്ചർ മാത്രമേ നോക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് പിക്ചർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പിക്ചറിൻ്റെ ടെക്സ്റ്റ് ഇവിടെ വരുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം ഇൻസേർട്ട് പിക്ചർ ഫ്രം ഫയൽ എന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ക്ലിപ്പ് ബോർഡിൽ നിന്ന് നമുക്കൊരു പിക്ചർ കോപ്പി ചെയ്തിട്ട് നമുക്ക് അവിടെ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിസേബിൾ ആണ്. ഒരു പിക്ചർ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആകുന്നതായിരിക്കും കാണാൻ സാധിക്കും. അത് കോപ്പി ചെയ്ത് നമുക്ക് ഒരു പിക്ചർ അവിടെ പേസ്റ്റ് ചെയ്യാവുന്നതായിരിക്കും. സോ നമുക്കിവിടെ ഫയലിൽ നിന്ന് ഒരു പിക്ചർ ചൂസ് ചെയ്യാം. അതിന് ഫയൽ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനത് ഓൾറെഡി ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫയലാണ്. കണ്ടില്ലേ, ഇതിനകത്ത് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട്, ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചൂസ് ചെയ്യാം. സോ ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്തു. ഇനിയാണ് ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഇഷ്ടമനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുന്നതിന്, മോഡിഫൈ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്ന ധാരാളം ഫീച്ചേഴ്സ് ഈ ഓപ്ഷനിലുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഫയലിൽ നിന്ന് ഇങ്ങനെ പിക്ചർ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വിൻഡോയിൽ നമ്മൾ ചൂസ് ചെയ്ത പിക്ചർ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഫയൽ എന്നൊക്കെ എഴുതിക്കുന്ന താഴെയായിട്ട് ഒരു ഓപ്ഷൻ അപ്പിയർ ആകുന്നത് കാണാൻ സാധിക്കും. അത് നമുക്ക് പിക്ചറിനെ നമുക്ക് ടൈലായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ടൈൽ. ഓക്കെ, അതിനകത്ത് നമുക്ക് അതിൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ നമുക്ക് മോഡിഫൈ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ടൈലാക്കി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനത് ഡിസേബിൾ ചെയ്യുന്നു. അതിൻ്റെ തൊട്ട് താഴെ ഓഫ്സെറ്റ് ലെഫ്റ്റ്, ഓഫ്സെറ്റ് റൈറ്റ്, ടോപ്പ് ബോട്ടം, നമുക്ക് ഈ പിക്ചറിനെ 4 വശത്തേക്ക് നമുക്ക് കുറയ്ക്കുന്നതിനും കൂട്ടുന്നതിനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, അതുപോലെ തന്നെയാണ് നമുക്ക് റൈറ്റ് സൈഡിലോട്ടും കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തുകൊണ്ട് ചെയ്യാം. കണ്ടില്ലേ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമുക്ക് ടോപ്പിലും നമുക്ക് എന്തെങ്കിലും കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബോട്ടവും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഈ പർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എല്ലാ സ്ലൈഡിനും ഈ ബാക്ക്ഗ്രൗണ്ട് മതിയെങ്കിൽ അപ്ലൈ ടു ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ഇപ്പോൾ ഒരു സ്ലൈഡേ ഉള്ളൂ. മൾട്ടിപ്പിൾ സ്ലൈഡാണ് നമ്മൾ ചൂസ് ചെയ്തത്. അതിൽ ഒരു സ്ലൈഡിൽ മാത്രമാണ് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്തത്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് തന്നെ ബാക്കി ഉള്ള ഒരു 10-20 കിടക്കുന്ന ബാക്കി സ്ലൈഡുകളിലും വേണമെങ്കിൽ ഇവിടെ അപ്ലൈ ടു ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഓക്കെ, അതിനുശേഷം നമുക്കിതിനകത്ത് മറ്റ് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കാം. അതിനുശേഷം നമുക്കിവിടെ എഫക്ട്സ് എന്നൊരു ഓപ്ഷനുണ്ട്. കണ്ടില്ലേ, ഈ ഫിൽ എന്ന ഓപ്ഷന് ശേഷം എഫക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിൽ ചെയ്ത, നമ്മൾ ഈ കൊടുത്ത ബാക്ക്ഗ്രൗണ്ടിനകത്ത് നമുക്ക് എന്തൊക്കെ എഫക്റ്റ് കൊടുക്കാം എന്നൊരു ഓപ്ഷനാണ്. കണ്ടില്ലേ, ഈ കാണുന്ന രീതിയിലുള്ള എഫക്റ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പലതരത്തിലുള്ള പെൻസിൽ ഡ്രോയിങ്, കണ്ടില്ലേ, ഇത്തരത്തിലുള്ള എഫക്ട്സുകൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിനകത്ത് തന്നെ നമുക്ക് പലതരത്തിലുള്ള വേരിയേഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. അത് വേണ്ടെങ്കിൽ നമ്മൾ Ctrl+Z അൺഡു ചെയ്യുകയോ അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യുകയോ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ഇതൊക്കെയാണ് അതിനകത്തുള്ള പ്രത്യേകിച്ചും ആർട്ടിസ്റ്റിക് എഫക്റ്റിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട മോഡൽസ്. ഓക്കെ, ദെൻ അത് ഈസിയായുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദെൻ പിക്ചർ, ഈ കാണുന്ന മൂന്നാമത്തെ ഓപ്ഷൻ പിക്ചർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്താണ് പിക്ചർ കറക്ഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിക്ചറിൻ്റെ ഷാർപ്നെസ്, നമുക്ക് എത്രത്തോളം ബ്ലറായിരിക്കണമോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിരിക്കണമോ അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ സാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ടില്ലേ, ബ്ലറായിരിക്കും, ടോട്ടലായി ബ്ലറായി,
ഇത് നല്ല ഷാർപ്പ്നെസ് കൂട്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ പിക്ചറിൻ്റെ ആവശ്യം നമ്മുടെ ഐഡിയ അനുസരിച്ച് നമ്മുടെ ഇപ്പോൾ ഒരു പോസ്റ്ററാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ അത് ഷാർപ്പ്നെസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കണ്ടില്ലേ, ബ്രൈറ്റ്നെസ് കൂട്ടുകയും ബ്രൈറ്റ്നെസ് കുറയ്ക്കുകയും. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഹാർഡായിട്ടും ഇത്രയും സോഫ്റ്റായിട്ടും ഒക്കെ കാണിച്ചു തരുന്നത്. ഓക്കെ, അതിനുശേഷം ബ്രൈറ്റ്നസ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. നമുക്കിത് വേണ്ടെങ്കിൽ നമ്മളിവിടെ റീസെറ്റ് ചെയ്താൽ മാത്രം മതി, പ്രീവിയസ് പൊസിഷനിലേക്ക് വരും. ഇവിടെ തന്നെ ഈ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന ഓപ്ഷനകത്ത് പ്രീസെറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പ്രീസെറ്റ്സ് അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ കണ്ടില്ലേ, കുറച്ച് പ്രീസെറ്റ്സ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. ഇത്രയും വേരിയേഷൻ ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യുന്ന പല വേരിയൻസും ഇവിടെ കാണാൻ സാധിക്കും. നമുക്കത് ഇഷ്ടമുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, വേണ്ടാമെങ്കിൽ റീസെറ്റ് ചെയ്തെടുത്താൽ ദാറ്റ്സ് ഓൾ. അതിനുശേഷം പിക്ചർ കറക്ഷൻസ് അത് ക്ലോസ് ചെയ്യാം. അതിനകത്തുള്ള എല്ലാം നമ്മൾ നോക്കി. ഇനി പിക്ചർ കളറിനകത്ത് നമുക്ക് സാറ്റുറേഷൻ, നമുക്ക് നമ്മുടെ പിക്ചറിൻ്റെ കളർ ഇതിനകത്ത് ഫിസിക്കലി അല്ലെങ്കിൽ മാനുവലി നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. കണ്ടില്ലേ? ഓക്കെ, അതിനുശേഷം ഇവിടെ ടെമ്പറേച്ചർ, നമുക്ക് പിക്ചറിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും സാധിക്കും. കണ്ടില്ലേ? ഓക്കെ, ദെൻ റീസെറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ പ്രിസെറ്റ്സ് ഉണ്ട്. കളറിൻ്റെ സാറ്റുറേഷൻ്റെ പ്രിസെറ്റ്സ് ഇവിടെ ചില മോഡൽസ് ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തൊട്ട് അതുപോലെ സാറ്റുറേഷൻ്റെ പല മെത്തേഡിലൂടെ ഉള്ളത് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെയാണ് കളർ ടോണിന് പ്രീസെറ്റ്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ റീകളർ, നമുക്ക് പിക്ചർ റീകളർ ചെയ്യാൻ സാധിക്കും. ഫുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഗ്രേ സൈക്കിൾ, റെഡ് കൂട്ടിയിട്ട് അല്ലെങ്കിൽ ബ്ലൂ കൂടിയതിന് ശേഷം ലാവൻഡർ വെറൈറ്റി, അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പിക്ചർ നമുക്ക് മോഡിഫൈ ചെയ്യാൻ ചെയ്യുന്ന രീതിയിൽ ധാരാളം ഓപ്ഷനുകൾ ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട്. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഫോർമാറ്റിൽ മെയിനായിട്ട് നോക്കിയത് എന്ത് തന്നെയാണ്, പിക്ചർ തന്നെയാണ്. ബാക്കി നിങ്ങൾ സോളിഡ് ഫില്ലിലും ഗ്രേഡിയൻറ്റ് ഫില്ലിലും ഒക്കെ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ പിക്ചറിൽ നമുക്ക് ഇത്തരം മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു എന്താ പറയുക, നമുക്ക് ഫോട്ടോഷോപ്പ് ഒന്നും അത്ര അറിയില്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ കാണാൻ കൊള്ളാവുന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ നമുക്ക് പവർ പോയിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിനുവേണ്ടി നമ്മൾ വളരെയധികം, പ്രത്യേകിച്ചും പേഴ്സണലി ഞാൻ വളരെയധികം യൂസ് ചെയ്യുന്നൊരു മോഡലാണ് ഈ പിക്ചർ ബാക്ക്ഗ്രൗണ്ട്, ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ. അതിനകത്ത് നമുക്ക് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എൻ്റെ ചാനലിൻ്റെ പല തമ്പനെയിൽസ് ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്യുന്നത് പവർ പോയിന്റിലിട്ട് തന്നെയാണ്. ഫോട്ടോഷോപ്പ് കുറച്ച് അറിയാമെങ്കിലും ഞാൻ വളരെയധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ പവർ പോയിന്റിലിട്ട് വളരെ ഈസി ആയിട്ടാണ് ഞാൻ എൻ്റെ ചാനലുകളുടെ തമ്പനെയിലിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്, ഞാൻ ആ പോസ്റ്ററുകൾ തയ്യാറാക്കുന്നത്. സോ ഞാൻ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഓരോ ഫോട്ടോസും അല്ലെങ്കിൽ ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഫോർമാറ്റ് ചെയ്ത് അതിനുള്ള ഓപ്ഷൻസ് ഇങ്ങനെ മാറ്റി ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു പ്രൊഫഷണൽ വർക്കായിട്ട് നമുക്ക് നല്ലൊരു പവർ പോയിന്റ് പ്രസൻറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ കുറച്ചുകൂടെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റ് അപ്ഡേറ്റുകൾ ഞാൻ ഇനിയും നിങ്ങൾക്ക് വേണ്ടി നൽകുന്നതാണ്. സോ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വേറൊന്നുമില്ല. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.